തോന്നുന്നവന്റെ കൂടെ പോവുകയും തോന്നുന്നവളുടെ കൂടെ പോവുകയും ചെയ്യുന്ന പരിപാടിയല്ലേ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മനുഷ്യരാശി ഉണ്ടായപ്പോ നമ്മളിൽ കാട്ടാളന്മാരായിട്ട് യാതൊരു സംസ്കാരവും ഇല്ലാതെ കാട്ടിൽ ജീവിച്ചിരുന്നു. അമ്മയില്ല, പെങ്ങളില്ല, അച്ഛനില്ല, സഹോദരിയില്ല, ഒന്നുമില്ല, ഒരു സംസ്കാരവും ഇല്ലാതെ നമ്മൾ ജീവിച്ചിരുന്നു. അതാണ് നന്നായിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ആമുഖമായി പറയുന്നത്. സംസ്കാരം, വിവേകം, ബഹുമാനം, ഇതൊക്കെ മനുഷ്യരാശിക്ക് വേണ്ടതാണ്. എന്താണ് സംസ്കാരം എന്ന് ഡിഫൈൻ ചെയ്യണം. മനുഷ്യൻ നിയമത്താൽ നിയന്ത്രിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് അനുചിതമായി ജീവിക്കുന്നതാണ് സംസ്കാരം. ഈ ചേച്ചി ഉണ്ടായപ്പോ തന്നെ നിങ്ങൾ വേറെ ആയിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു. അതെന്ത് സംസ്കാരം? നിങ്ങൾ പട്ടിയും പൂച്ചയും അല്ലല്ലോ, തോന്നുന്നവരെ കൂടെ എല്ലാം പോയി ചെയ്യാൻ. പട്ടിയും പൂച്ചയും പോലെ അല്ല മനുഷ്യൻ. സക്സസ് ആയത് കൊണ്ടാണ് നിങ്ങൾ വേറെ പോയത്. സക്സസ് ആയിട്ട് പരക്കെ ഇങ്ങനെ പോകാൻ പറ്റുമോ? അതെങ്ങനെ പോകാൻ പറ്റും? നിങ്ങൾ 1ാം ക്ലാസ് സക്സസ് ഒരിക്കലും നിങ്ങൾ പറഞ്ഞത് തന്നെ തെറ്റാണ്. 1ാം ക്ലാസ് പഠിച്ചു കഴിഞ്ഞാൽ 2ാം ക്ലാസ്, 2ാം ക്ലാസ് പഠിച്ചു കഴിഞ്ഞാൽ 3ാം ക്ലാസ്, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അച്ഛനമ്മയാവും, അച്ഛനമ്മയായി കഴിഞ്ഞാൽ അവർ പിന്നെ വിവാഹിതനായി അമ്മായച്ഛനും അമ്മായിയമ്മയൊക്കെ ആവും. ആ ഒരു പ്രോഗ്രസിന് സൊസൈറ്റി എന്ന് പറയും. നിങ്ങൾ ലോലെസ്നെസ്സിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. നിങ്ങൾ പറയുന്നത് ലോലെസ്നെസ് ആണ് ഏറ്റവും സന്തോഷം ഇല്ലാതാക്കുക എന്ന് പറയുന്നത്. അപ്പുറത്തേക്ക് എന്താണ് ഇവർക്ക് ആകെ പറയാനുള്ളത്? അവരെന്ത് ചെയ്തു? എന്താണ് സന്തോഷം? സ്വന്തം ജീവിതത്തെ കുറിച്ച് സന്തോഷം. നമുക്ക് സന്തോഷം എന്താണ്? ആരുടെ തോന്നിവാസം? ഓരോ നാട്ടിലും ഭാര്യ എന്ന് വെച്ചാൽ എന്താണ്? ഭർത്താവ് എന്ന് വെച്ചാൽ എന്താണ്? ഭ എന്ന വാക്കിന് വെളിച്ചം എന്നർത്ഥം. രാ എന്ന് വെച്ചാൽ ഇരുട്ട്. യ എന്ന് പറഞ്ഞാൽ ആരാണോ കൂടെയുള്ളത്, ഇരുട്ടിലും വെളിച്ചത്തിലും കൂടെയുള്ള ആളുടെ പേര് ഭാര്യ. ഭർത്താവ് എന്ന് പറഞ്ഞാൽ ആരാണോ കുടുംബത്തിലേക്ക് വെളിച്ചം കൊണ്ടുവരുന്നത്, അറിവ് കൊണ്ടുവരുന്നത്, അതിന് ഭർത്താവ്. അല്ലാതെ ഭരിക്കപ്പെടുന്നവർ ഏത് കാലത്ത് അറിവും സമ്പത്തും കൊണ്ടിരുന്ന ഭർത്താവ് ഏത് കാലത്ത് മനുഷ്യന്മാർ? നിങ്ങളുടെ കാലത്തല്ല, നിങ്ങളുടെ കാലത്തല്ല, എന്റെ കാലത്തിലാ. കൂടെ പങ്കാളിയായിട്ട് കുറച്ചു കാലമായിട്ട് താമസിക്കുന്ന ആള് ഇതെല്ലാം കേട്ട് കഴുത്തറ്റ് ഇങ്ങനെ ആയി. എന്താ 69 BNS നിങ്ങളുടെ കൂടെ ഇപ്പൊ ഇരിക്കുന്ന ഈ സ്ത്രീ, ഇവർക്ക് ആഗ്രഹമുണ്ടെന്ന് ഇരിക്കട്ടെ, നിങ്ങളെ കൂടെയുള്ള സന്തോഷം, നിങ്ങൾ പറയുന്നത് സന്തോഷമാണെന്നാണല്ലോ. അപ്പൊ ഈ സന്തോഷം തുടരാൻ അവർക്ക് ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് ആഗ്രഹമില്ല. എന്താണ് നിങ്ങളുടെ ഈ പങ്കാളിത്ത പദ്ധതിയിലെ റിസൾട്ട്? ആ സ്ത്രീക്ക് അത് തുടരാൻ ആഗ്രഹമുണ്ടായിരിക്കുകയും നിങ്ങൾ 5ാമത്തെ ആളിനെ കാണുകയും ചെയ്ത ആളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ 6ാമത്തെ ആളുടെ ആ സന്തോഷം പങ്കിടണം എന്ന് തോന്നും. അപ്പോഴാണ് 69 എന്ന് പറയുന്ന BNS പുതിയ നിയമം കമ്മിങ് ടു പ്ലേ. അതിനകത്ത് എന്താ പറയുന്നത്? ഈ തരത്തിൽ വാഗ്ദാനം കൊടുത്ത് കൂടെ താമസിപ്പിക്കുകയും ഒരുപക്ഷെ അത് വിവാഹ വാഗ്ദാനമാണെങ്കിലും നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് 10 വർഷം അകത്ത് കിടക്കാം ഈ സ്ത്രീ പരാതി കൊടുത്താൽ. ഈ 497 അഡൾട്ടറി പോയെന്നും പറഞ്ഞാണല്ലോ ഈ 5, 6, 7 സന്തോഷം പങ്കിട്ടോണ്ടിരിക്കുന്നത്. പുതിയ നിയമത്തിൽ ഇങ്ങനെ ഉണ്ട്. വായിക്കുന്നത് നല്ലതാ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ സമൂഹത്തിൽ സിഗരറ്റ് വലിക്കുന്ന ഒരാളോട് എനിക്ക് ചെന്ന് പറയാൻ പറ്റില്ല നീ സിഗരറ്റ് വലി നിർത്തണം എന്ന്. മറ്റൊരാളെ പ്രൊമോട്ട് ചെയ്യരുത്, മറ്റൊരാളുടെ മുമ്പിൽ സിഗരറ്റ് വലിക്കുന്നത് പ്രൊമോട്ട് ചെയ്യരുത്, നെക്സ്റ്റ് ജനറേഷന്റെ മുന്നിലേക്ക് ഇതൊരു ട്രെൻഡ് ആയിട്ട് കൊടുക്കരുത് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ.